കശ്മീർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും കൺട്രോൾ റൂം തുറന്നു. കൺട്രോൾ റൂം തുറന്നത് സെക്രട്ടേറിയറ്റിലാണ്. ആഭ്യന്തര സെക്രട്ടറി മേൽനോട്ടം വഹിക്കും. 0471251750 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഷമി, തീർച്ചയായും രാജ്യവ്യാപകമായി തന്നെ ഒരു ആശങ്കയുടെ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ കൺട്രോൾ റൂമിൽ 2 നമ്പറുകളിലായിട്ടാണ് ഇപ്പോൾ കൺട്രോൾ റൂം. നേരത്തെ ഒരു നമ്പറിലാണ് ആരംഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2 നമ്പറിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ നമ്പർ ഇപ്രകാരമാണ്: 0471251750 എന്നതാണ് ഒരു നമ്പർ. മറ്റൊന്ന് 25176000 എന്നുള്ളതാണ് മറ്റൊരു നമ്പർ. ഈ 2 നമ്പറിലായി ജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അവർക്കുള്ള ആശങ്കകൾ പരിഹരിക്കാം. നിർണായകമായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ കൈമാറാനുണ്ടെങ്കിലും ഇതുമായി ഈ ടെലിഫോൺ നമ്പറിൽ തന്നെ വിളിച്ച് വിവരങ്ങൾ കൈമാറാവുന്നതാണ്. മറ്റൊരു ഇമെയിൽ ID കൂടിയുണ്ട്. അത് cdmdkerala@kerala.gov.in എന്നുള്ള ഇമെയിലിലും വിവരങ്ങൾ കൈമാറാവുന്നതാണ്. ഒരു ഫാക്സ് നമ്പർ കൂടി കൺട്രോൾ റൂമിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട്. അത് 0412322600 എന്നുള്ള നമ്പറാണ്. ഏതായാലും നിലവിലിപ്പോൾ മലയാളികൾ എത്ര പേരാണ് ഈ ആശങ്ക നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ളത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരശേഖരണം സംസ്ഥാന സർക്കാർ തന്നെ നടത്തുന്നുണ്ട്. അതിന് പുറമെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറാം. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ കൈമാറണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ അറിയിക്കുന്നത്. തിരുവനന്തപുരത്തും കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.